എടാ കീമോക്കുട്ടാ, ദാ നീ എൻ്റെ ഈ മുടി മുഴുവൻ കളഞ്ഞ് ഈ സൈഡും കളഞ്ഞ് ദാ ഈ സൈഡും കളഞ്ഞ് വിഗ് വെക്കണമെങ്കിൽ മുടി വേണം കുട്ടാ. എൻ്റെ കീമോക്കുട്ടാ, നീ എൻ്റെ മുടിയെല്ലാം കളയല്ലേ പൊന്നെ. ഇനി 10-ാം തീയതിയാണ് നീ ഇനി എൻ്റെ ദേഹത്തോട്ട് കയറുന്നത്, എൻ്റെ കീമോമോൻ. എൻ്റെ ബാക്കി മുടിയും കൂടെ നീ കളഞ്ഞെന്നെ മൊട്ടച്ചിയാക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ ക്യാൻസർ എല്ലാം അങ്ങോട്ട് ക്യാൻസർ കോശങ്ങളെല്ലാം നീ കളയണം കേട്ടോ. എന്നാലും ഞാൻ നിൻ്റെ അടുത്ത് ഇനി കൂട്ട് കൊടുക്കില്ല, ഉള്ള കാര്യം ഞാൻ പറയണം. പിന്നെ ദാണ്ട ഇത് അനക്കാൻ വയ്യാത്ത വേദന, ഒരു രക്ഷയില്ല, വേദന എടുത്തിട്ട് വയ്യ. നീ ഒന്ന് വേഗം നിൻ്റെ ക്യാൻസറിനെയൊക്കെ ഒന്ന് കൊന്നു താ എൻ്റെ കീമോക്കുട്ടാ, എൻ്റെ മുത്തേ, ചക്കര പൊന്നെ. ചക്കര പൊന്നെ രേണുസുതി, നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കുന്നു. ഓക്കെ, അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറയട്ടെ. ഒന്ന് പൊടിക്കടങ്ങ് രേണുസുതി, ചെറുതായിട്ടെങ്കിലും. നിങ്ങൾക്കിപ്പോൾ കണ്ടന്റ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അവസ്ഥ മനസ്സിലാക്കുന്നു. പക്ഷേ യൂട്യൂബിലാണെങ്കിലും ശരി ഒക്കെ കണ്ടന്റ് ഇട്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പൈസ കിട്ടുള്ളൂ, മുന്നോട്ട് ജീവിക്കണ്ടേ. ഈ അസുഖം, ഈ ട്രീറ്റ്മെൻറ്റിന് കാശ് വേണ്ടേ, മനസ്സിലാക്കാം. പക്ഷെ എന്ന് വെച്ച് ഇങ്ങനെയുള്ള പരിപാടികൾ, ആ അസുഖത്തെ വിൽക്കാതെ എന്തോ ഈ കാണിക്കുന്നത്? ഇതൊക്കെ എന്തോ നിങ്ങൾ കാണിക്കുന്നത്? നിങ്ങൾ ആ കമന്റ് ബോക്സ് ഒന്ന് കണ്ടോ? നിങ്ങളുടെ ഈ വീഡിയോ അടിയിൽ എന്തൊക്കെ ആൾക്കാർ എഴുതിയിട്ടിരിക്കുന്നതെന്ന് ഒന്ന് നോക്കണം. എന്നിട്ട് പിന്നെ ആരെങ്കിലും വന്ന് തെറി പറയുന്നത് നേരെ സ്ക്രീൻഷോട്ട് എടുത്ത് അതുകൊണ്ട് സ്റ്റോറിയിൽ ഇട്ടിട്ട് ഒരു കാര്യമില്ല രേണുസുതി. ആളുകൾ പറയും എന്തോ ഈ വീഡിയോ ഒക്കെ. വേറെന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുക. നിങ്ങളുടെ അസുഖവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംസാരിക്കണമെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലൊന്ന് സംസാരിക്കുക. ഇതൊക്കെ എന്തുവാ ചേച്ചി ഈ കാണിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രേണുസുതിയാണ് കോണ്ടന്റ്, അതുകൊണ്ട് തന്നെ താല്പര്യമുള്ളവർ മാത്രം കാണാതിരുന്നാൽ മതി കേട്ടോ. നമ്മുടെ ചാനലിൽ ഇത് മാത്രമൊന്നുമല്ല, വേറെ കണ്ടന്റുകൾ ചെയ്യാറുണ്ട്. അത് താല്പര്യമുള്ളവർ അത് മാത്രം കണ്ടാൽ മതി. ഇത് താല്പര്യമുള്ളവരും കൂടെ ഉണ്ടെങ്കിൽ കാണുക. കൂടാതെ വീഡിയോയ്ക്ക് ലൈക്ക് തരിക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സ് ഉണ്ട് രേഖപ്പെടുത്തുക. കമന്റ് ബോക്സിന്റെ തൊട്ടപ്പുറം ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിച്ചാൽ അതിലും ക്ലിക്ക് അങ്ങോട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതുള്ള ആളുകൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തോ. ഇനി കാര്യത്തിലേക്ക് വരാം. അപ്പം രേണുസുതി, വയ്യ, നിങ്ങളെ എനിക്കൊന്നും പറയാൻ ഇനി വയ്യ, സത്യം പറയാലോ. ഒന്നാമത്തെ കാര്യം, ചില ആളുകൾ എന്നോട് ചോദിക്കുന്നു, നീ എന്തിനാണ് ഇങ്ങനെ അവരെ കുറച്ച് ഒരുപാടൊന്നും പറയാതെ കുറച്ച് കെയർ ചെയ്ത് സംസാരിക്കുന്നതെന്ന്. അത് വേറൊന്നും കൊണ്ടല്ല, കെയർ ഒന്നുമല്ല, നിങ്ങൾ ആരും അങ്ങനെ കരുതരുത്, കെയർ ഒന്നുമല്ല. ഒരസുഖമുള്ള സ്ത്രീയല്ലേ, അതുകൊണ്ട് മാത്രം ആ ഒരു ചെറിയൊരു കൺസേൺ, അതുകൊണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ അല്ല സംസാരിക്കേണ്ടത്, എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഒരസുഖം, വലിയൊരു അസുഖം തിന്നുകൊണ്ടിരിക്കുക ആ ശരീരത്തെ, അതുകൊണ്ട് മാത്രമാണ്. അതൊന്ന് മനസ്സിലാക്കണം നിങ്ങൾ. പിടികിട്ടിയോ? വലിയ മറ്റേ മനസാക്ഷി കുത്തുള്ളൊരു വ്യക്തിയൊന്നും അല്ല ഞാൻ. പക്ഷേ ചെറുതായിട്ട് എവിടെ ഒരു പൊടിക്കുണ്ട്, അതിൻ്റെ പുറത്ത് മാത്രം ഒരു പരിധിയിൽ കൂടുതൽ ഒന്നും പറയുന്നില്ല. എന്ന് വെച്ചിട്ട് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കാണുമ്പോൾ രേണുസുതി വളരെ മാന്യമായിട്ടെങ്കിലും അത് പറഞ്ഞു പോയേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇതാ പറഞ്ഞു പോകുന്നത്. ഇതൊക്കെ ഒന്ന് നിർത്ത്. കുറച്ച് ഓവറാ. അസുഖത്തെ പറ്റി നിങ്ങൾക്ക് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മുടി പോകുന്നതിനെ പറ്റി സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അത് വളരെ നീറ്റായിട്ട് സംസാരിക്കുക. അങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്ന ഒരുപാട് വീഡിയോകൾ യൂട്യൂബിലൊക്കെ ഉണ്ട്, പല ആളുകളും ചെയ്തത്. അതൊക്കെ ഒന്ന് റെഫർ ചെയ്യുക, എന്നിട്ട് ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതൊക്കെ എന്തോ ഈ കാണിക്കുന്നത്? ഇതൊക്കെ കുറച്ച് ഓവറായിട്ട് ആർക്കാണെങ്കിലും തോന്നും രേണുസുതി. ചിലപ്പോൾ നമ്മുടെ ബിഷപ്പ് മാമൻ ഉണ്ടല്ലോ, ബിഷപ്പ് മാമൻ ഇപ്പൊ തോന്നത്തില്ല ഇതൊന്നും കണ്ട. അയ്യോ ബിഷപ്പ് മാമൻ പുണ്യാളൻ, പുള്ളിക്കൊന്നും തോന്നത്തില്ല. ഇപ്പൊ പുള്ളിക്ക് പണ്ട് തോന്നുമായിരുന്നു പലതും, ഇപ്പൊ പുള്ളിക്ക് തോന്നത്തില്ല. ഇപ്പൊ പുള്ളിക്ക് എന്ത് പറ്റി രേണുസുതി ബിഷപ്പിന്? എങ്ങനെ മറുകണ്ഠം ചാടാൻ പറ്റി ഇത്ര പെട്ടെന്ന്? അതും അന്ന് പറഞ്ഞു വെച്ച പല കാര്യങ്ങളും പുള്ളി ഇന്ന് ഉൾട്ടയടിക്കുക. ഇത് കാണുന്ന ജനങ്ങൾ ബിഷപ്പെ എടുത്ത് തലവെക്കുമെന്നാണോ വിചാരിച്ചേ? വെറുതെയാ. അന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത ആളുകൾ പോലും ഇന്ന് പച്ചത്തെറിയാ വിളിച്ചു പറയുന്നത്. ബിഷപ്പ് ഇത് വല്ലതും കാണുന്നുണ്ടോ? കാണുന്നുണ്ടെങ്കിൽ ഇനിയും മണ്ടത്തരം കാണിക്കാൻ സോഷ്യൽ മീഡിയയിലോട്ട് ഇറങ്ങാതിരിക്കുക. സോഷ്യൽ മീഡിയയെ കുറ്റം പറയുന്നത് കണ്ടു കഴിഞ്ഞ ദിവസം. എന്ത് കാര്യത്തിന്? നിങ്ങളുടെ നാക്ക് ശരിയല്ല, നിങ്ങളുടെ മറ്റേ നിലപാടുകൾ മാറ്റുമ്പോൾ സോഷ്യൽ മീഡിയയിൽ നല്ല തെറി കേൾക്കും. അത് സർവ്വസാധാരണം ബിഷപ്പേ. അതിന് കിടന്നിട്ട് വിഷമിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ബിഷപ്പിന്റെ പഴയ കുറച്ച് കാര്യങ്ങൾ, അതായത് പണ്ട് ബിഷപ്പ് രേണുവിനെ പറ്റി പറഞ്ഞു വെച്ച കുറച്ച് കാര്യങ്ങൾ, ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസത്തെ ഇന്റർവ്യൂവിലെ കുറച്ച് കാര്യങ്ങൾ, നമുക്കിത് എല്ലാം കൂടെ ഒന്നിച്ചൊന്നെടുത്ത് വെച്ച് സംസാരിക്കാം.
അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ആരാണ് ബിഷപ്പ് എന്നുള്ളത്. ഒരു ചുങ്കിടി കള്ളനാണ് നമ്മുടെ ബിഷപ്പ്. അത് ഇവിടെ തെളിയിച്ചു തരാം. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടാലോ? ദാ പിടിച്ചോ. കേൾക്കുമ്പോൾ എൻ്റെ അമ്മയ്ക്കും എൻ്റെ സഹോദരിമാർക്കും ഒക്കെ ഉണ്ടാകുന്ന ദുഃഖം എത്ര വലുതാണ്. ഈ രേണുസ്തുതി എന്ന് പറയുന്ന സ്ത്രീ നിമിത്തം ഞാനും എൻ്റെ മാതാവും എൻ്റെ സഹോദരിയും കുറെ സമയം കരയേണ്ട അനുഭവങ്ങൾ ഞങ്ങൾ വന്നു. എന്നെ കൊല ചെയ്യുവാൻ വേണ്ടി ഇവിടെ 2-3 പ്രാവശ്യം വണ്ടിയിൽ ഇവിടെ ആള് വന്നു, രാത്രിയും പകലുമായിട്ട്. അസമയത്ത് ഇവിടെ പരിചയമില്ലാത്തൊരു വാഹനം വന്ന് കറങ്ങിയ ശേഷം എന്റെ വാതിൽ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു ഞങ്ങൾ കണ്ടോളാം എന്ന് പറഞ്ഞു. ഇവര് ബിഗ് ബോസിൽ പോയതിനു ശേഷമാണ് ഉണ്ടായിരിക്കുന്നത്. എന്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം രേണുസ്തുതിയും തങ്കച്ചനുമാണ്. ഞാൻ അവർക്ക് എഗനസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം? ഞാൻ അവർക്ക് ആകപ്പാടെ ചെയ്ത ഒരു നന്മയെന്ന് പറഞ്ഞാൽ അവരുടെ തലമുറകളെ സഹായിച്ചു എന്നൊരു നന്മ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിനെന്നെ നിങ്ങൾ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട്, നിങ്ങളുടെ സുഹൃത്തുക്കൾ PR വർക്കുകാര്. അയ്യോ, PR വർക്കുകാര്. ഈ ഇന്റർവ്യൂ ഒക്കെ അന്ന് കൊടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇങ്ങർക്ക് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മളൊക്കെ ഇദ്ദേഹത്തിന്റെ വാക്ക് കേട്ട് ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, മനസ്സിലായോ? പക്ഷേ ബിഷപ്പേ, ഇപ്പൊ ഒരു സംശയം. അന്ന് താങ്കൾ പറഞ്ഞില്ലേ മറ്റേ ആരൊക്കെയോ മറ്റേ ഫ്രണ്ടിൽ വന്ന്, വീടിന്റെ ഫ്രണ്ടിൽ വന്ന് മറ്റേ നിന്റെ നാണ് എടുത്തോടാടാ എന്നൊക്കെ പറഞ്ഞു പോയെന്നൊക്കെ. തള്ളിയതാണോ ബിഷപ്പേ? തള്ളിയതാണോ? അല്ല, ഇപ്പൊ ആലോചിക്കുമ്പോ അങ്ങനെയൊക്കെ തോന്നുന്നു. കാരണം രേണുസുതി ബിഗ് ബോസിൽ പോയ സമയത്തൊക്കെ തങ്കച്ചൻ ആര് സപ്പോർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ വെറുതെ ആരെങ്കിലും വരുമോ? രേണുസുതിക്ക് അന്നൊക്കെ അത്ര ഫാൻസ് ആയിരുന്നോ? ഗുണ്ടാ ചേട്ടന്മാര് വന്ന് വെറുതെ അങ്ങോട്ട് ബിഷപ്പിനെ ഭീഷണിപ്പെടുത്തിയിട്ട് പോകാൻ? ഇല്ലല്ലോ, കാശിറക്കണ്ടേ? അന്ന് അത്രയ്ക്കൊക്കെ കാശുണ്ടായിരുന്നോ? എന്തോ ഇദ്ദേഹം പറഞ്ഞ എൻ്റെ പൊന്നു ബിഷപ്പെ ഞങ്ങളെയൊക്കെ കബളിപ്പിക്കുമായിരുന്നോ ബിഷപ്പെ അന്ന്? അല്ല, ഒരു സംശയം. ഇപ്പൊ ഈ സാധനമൊക്കെ കേൾക്കുമ്പോൾ നല്ല സംശയം തോന്നുന്നു ബിഷപ്പെ. അന്ന് മറ്റേ രേണുസുതി അങ്ങ് തീർക്കണോ ആ മൂഡായിരുന്നു. ഇന്ന് ഏത് മൂഡ്? ഇന്ന് വേറെ പൊള്ളി മൂഡ് അല്ലേ? കൊള്ളാം ബിഷപ്പെ, കൊള്ളാം, നല്ലതാ. നിലപാടുകൾ നമുക്ക് മാറ്റേണ്ടി വരും ചില സാഹചര്യങ്ങളിൽ, മനസ്സിലാക്കാം. പക്ഷേ നിങ്ങൾ നിലപാട് മാത്രമല്ല, നിങ്ങളൊരു കള്ളനാണെന്ന് തെളിയിക്കുകയാണ് ഇവിടെ. അല്ലെങ്കിൽ സംശയം തോന്നിപ്പോകുന്നു, ഇദ്ദേഹം അന്ന് പറഞ്ഞതൊക്കെ ശരിയാണോ അതോ വെറും കള്ളത്തരമാണോ എന്ന് തോന്നിപ്പോകുന്നു. അതിൽ ബിഷപ്പ് ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ പലതും കേൾക്കുമ്പോഴാണ്. കൂടാതെ ഈ കൊടുത്തതിൻ്റെ കണക്ക്, അയ്യോ എൻ്റെ പൊന്നു ബിഷപ്പ് സാറേ, ഇതിനെക്കാട്ടിലും നല്ലത് താൻ ആ സ്ഥലം തിരിച്ചെടുക്കുന്ന കേട്ടാ. വീടും ഒക്കെ ഇപ്പം ഞാൻ പറയാം, എടുക്കുന്നതാ. പണ്ട് നമ്മൾ രേണുവിനോട് പറയായിരുന്നു കൊടുത്തിട്ട് പോവാത്. ഇന്ന് പറയേണ്ടത് ബിഷപ്പെ അതൊക്കെ തിരിച്ചെടുക്കുക, അതാ നല്ലത്. കിച്ചു, ഈ വീട്ടിലൊന്നും വന്ന് താമസിക്കല്ലേ, നമ്മുടെ ബിഷപ്പ് മാമൻ തന്ന വീട്ടിൽ താമസിക്കാതിരിക്കുക, അതായിരിക്കും നല്ലത്. ആ പരിസരത്ത് കയറരുത്. പുറത്ത് ഋതപ്പനെ കാണണമെങ്കിൽ പുറത്തേക്ക് വിളിച്ചു വരുത്തി കണ്ടാൽ മതി. ഋതപ്പനെ പറ്റുമെങ്കിൽ ആ വീട്ടിൽ നിന്നൊക്കെ മാറ്റാനുള്ള സെറ്റപ്പ് നിനക്കാവുന്ന കാലത്ത് മാറ്റിക്കോ. എന്നിട്ട് പൂട്ടി താക്കോൽ അങ്ങ് കൊടുത്തേക്ക് ബിഷപ്പ് മാമിൻ്റെ. ബിഷപ്പ് മാമ വെച്ചോ, വാടകയ്ക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ കൊടുക്കണം. അല്ല, അതാണ് നല്ലത്. എന്തിനീ ആവശ്യമില്ലാതെ ഈ അയ്യോ ചെയ്തു കൊടുത്തതിൻ്റെ കണക്ക്. ബാക്കി ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ഒരു വലിയ ചാനല് അതിന്റെ തെരഞ്ഞെടുപ്പിലൂടെ ഇവരെ അവിടെ കൊണ്ടുപോയിരിക്കുകയാണ്. കേരള ജനത കാണട്ടെ ഇവരെന്താണ് അവിടെ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളെന്ന്. ഇവരെവിടെ വരെ പോകുമെന്നുള്ളതാണ് ഞാനും നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം എൻ്റെ പേരിൽ ഇവരിനി ആക്ഷേപങ്ങൾ ഉന്നയിച്ചാൽ ഞാൻ എൻ്റെ അഡ്വക്കേറ്റുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. കോടതിയെ സമീപിക്കാൻ തന്നെയാണ് തീരുമാനം. ഈ തങ്കച്ചൻ്റെയും ഈ രേണുസുതിയുടെയും പേരിൽ കോടതി കയറുകയാണ്. ഉടൻ തന്നെ ബഹുമാനപ്പെട്ട കോടതിയെ അതിനു വേണ്ടിയിട്ട് സമർപ്പിക്കുകയും കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയും ചെയ്യും. എന്തായാലും മനനഷ്ട കേസ് കൊടുക്കും. തീർച്ചയായിട്ടും ഇത് ചെറിയ കാര്യമാണെന്ന് തോന്നുന്നുണ്ടോ എന്നെ ഈ ബുദ്ധിമുട്ടിക്കുന്നത്? ഇവിടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സംഭവം ഉണ്ടായി. ഇവർ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്ന പൊങ്ങന്താനം എന്ന സ്ഥലത്തൊരു വീട് വാടകയ്ക്ക് എടുത്തിരുന്നു. അതിൻ്റെ വാടകയുടെ ഉടമസ്ഥൻ 2 പ്രാവശ്യം ഇവരുടെ വീട്ടിൽ ചെന്നിരുന്നു. മനുഷ്യൻ കേൾക്കാൻ കൊള്ളാത്ത ഭാഷയായി ഈ രേണുസുതി വിളിച്ചത്. അവർക്ക് ലഭിക്കാനുള്ള ബാക്കി വാടക തുകയ്ക്ക് വേണ്ടി അദ്ദേഹം വന്നത് 13,000 രൂപ കൊടുക്കാനുണ്ടെന്നാണ് പറയുന്നത്. ആ പൈസ കൊടുത്തിട്ടുമില്ല. അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്, നൽകത്തില്ല, പൊയ്ക്കോളാനാണ്. ഇനി അഥവാ പൈസ വേണമെങ്കിൽ ആ രേണുസുതി അവിടെ നിന്ന് പറയുകയാണ്, അതുകൊണ്ട് അവിടെ സെമിത്തേരിയിൽ ഇന്ന സെല്ലിനകത്ത് സുതി അവിടെ കിടപ്പുണ്ട്, പോയി മേടിച്ചോളാൻ പറഞ്ഞു. കൊല്ലം സുധിയുടെ അടക്കിയ പള്ളിയെ സംബന്ധിച്ച് ചില വിവാദങ്ങൾ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ പരാമർശങ്ങൾ നടക്കുന്നുണ്ട്. ആ പള്ളി പൂട്ടുകയും ചെയ്തു. ആ ബിഷപ്പ് എന്ന് പറഞ്ഞ് സന്തോഷ് പി ചാക്കോ ഇപ്പോൾ കോട്ടയം ജില്ലയിൽ പൊങ്ങന്താനം ജയിലിൽ
റിമാൻഡിൽ കഴിയുകയാണ്. ഈ തങ്കച്ചനും ആ ബിഷപ്പും കൂടെ ചേർന്ന്, ഈ തങ്കച്ചൻ ആ ബിഷപ്പിന്റെ കൈക്കാരനായി. ആ ബിഷപ്പ് എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപ ജനങ്ങളെ കബളിപ്പിച്ച് ജോലി വാങ്ങി കൊടുക്കാമെന്നും പറഞ്ഞ് ഒരുപാട് യുവാക്കന്മാർ പണം കൈപ്പറ്റി ചിങ്ങവനം പോലീസ് കേസെടുത്ത് റിമാൻഡ് ചെയ്ത് പൊൻകുന്നം ജയിലിൽ അയാളെ കൊണ്ടുപോയി പാർപ്പിച്ചിരിക്കുകയാണ്. സുധിയോട് രേണുകുട്ടി ചെയ്തതിനെ പറ്റിയിട്ടൊന്നും ഞാനിനി ഇവിടെ കുത്തിപ്പൊക്കി പറയാനൊന്നും നിൽക്കുന്നില്ല, മനസ്സിലായില്ലേ? കാരണം ഓൾറെഡി നമ്മളതൊക്കെ പറഞ്ഞ് കഴിഞ്ഞ കാര്യങ്ങളാണ്. ഇപ്പോൾ വീണ്ടും അത് കുത്തിപ്പൊക്കി അവരെ അടിക്കാൻ അല്ലെങ്കിൽ അവരെ അങ്ങോട്ട് വധിക്കാൻ എനിക്ക് താല്പര്യമില്ല. കഴിഞ്ഞു, നമ്മൾ കൊടുക്കേണ്ടതൊക്കെ കഴിഞ്ഞ് കൊടുത്ത് തീർത്തതാ, ഇല്ലേ? ഓർക്കുന്നില്ലേ നിങ്ങൾ? ഇനി അത് വേണോ? ഇനി അത് വേണ്ട. ഇനി ബിഷപ്പ് കുട്ടനെ അങ്ങോട്ട് മറ്റേ PRO വർക്ക് തന്ന് മറ്റേ അങ്ങോട്ട് ഇല്ലാതാക്കുന്ന എൻ്റെ പൊന്നു ബിഷപ്പ് കേട്ടാ, നമുക്കൊന്നും അതിൻ്റെ ആവശ്യമില്ല. നമുക്കത് കിട്ടുന്നുമില്ല. കിട്ടിയാണെന്ന് നോക്കായിരുന്നു, പക്ഷെ ഇല്ലണ്ണ കേട്ടോ. ഉള്ള കാര്യം പറയാലോ. പിന്നെ നിങ്ങൾക്കെതിരെ മറ്റേ അടിക്കാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ സംസാരിക്കാൻ, അടിക്കാനെന്ന് സോറി ആ വേർഡ് യൂസ് ചെയ്ത് തെറ്റായിപ്പോയി, നിങ്ങൾക്കെതിരെ സംസാരിക്കാനായിട്ട് ഒരു PRO ഏജൻസി നമ്മളെ മീറ്റ് ചെയ്ത് കാശ് തന്ന് സംസാരിക്കേണ്ട ആവശ്യമില്ല. യൂട്യൂബിൽ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ഒരാളാണോ, നിങ്ങളുടെ പരിപാടി കാണുമ്പോൾ റിയാക്ട് ചെയ്യാൻ പറ്റും, റിയാക്ട് ചെയ്തു പോകും. കാരണം അങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം പോട്ടെ, ആ കിച്ചുവിനെ വലിച്ചഴിച്ച അങ്ങനെ ഇങ്ങനെ മറ്റേത്, കിച്ചു എന്താണെന്ന് കാലം തെളിയിച്ചോളും. അത് തെളിയിക്കുന്ന സമയത്ത് നമുക്ക് കൊടുക്കാം ബിഷപ്പേ, അല്ലാതെ ഇപ്പോൾ കിടന്നുകൊണ്ട് മറ്റേ അതിൻ്റെ ആവശ്യമില്ല. എന്തിന്? അതും നിങ്ങളല്ലേ രേണുവിനെ മറ്റേ എടുത്ത് തലേ വെക്കാൻ നിൽക്കുന്നത്. നിങ്ങൾ കിച്ചുവിനെ അങ്ങോട്ട് ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ അപ്പുറം നിൽക്കുന്ന രേണു ചേച്ചി ഇല്ലാതെ ആകും ബിഷപ്പേ, കേട്ടോ ബിഷപ്പേ. ചോദ്യങ്ങൾ ഒരുപാട് വരും രേണു ചേച്ചി എടുക്കലോട്ട്. ഓക്കെ, അതുകൊണ്ട് ബിഷപ്പ് ആ പരിപാടി വിട്ടെ. ഓക്കെ, നമുക്കിനി ബാക്കി കേൾക്കാം ബിഷപ്പും അമ്മ പറയുന്നത്. രേണുസുധിയുടെ പശ്ചാത്തലം ഒരു ക്രിമിനൽ പശ്ചാത്തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതെന്റെ അനുഭവത്തിലൂടെ ഞാൻ തുറന്നു പറയാം. രേണുസുധി ബിഗ് ബോസിൽ പോയി, അപ്പൊ അങ്ങനെ പ്രശസ്തി നേടിയ ഒരാളായിട്ട് മാറാൻ പോവുകയാണ്. അവിടെ പോയി കുറച്ചു നേരം കുറെ സമയം കണ്ണാടി നോക്കിയിരുന്ന് കരഞ്ഞതുകൊണ്ടോ കട്ടിലേ കിടന്ന് കരഞ്ഞതുകൊണ്ടോ പൊതുജനങ്ങളെ ഈ രേണുസുധിക്ക് വോട്ട് ചെയ്യുന്നെങ്കിൽ എനിക്ക് അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? രേണുസുധിയെ ആരാധിക്കുന്ന ധാരാളം ആരാധകരുണ്ടെന്നല്ലേ ഇപ്പം പറയുന്നത്. ആരാധിക്കട്ടെ, ആരാധകരുണ്ടല്ലോ, അതാണല്ലോ താങ്കൾക്ക് ഭീഷണിയുമായിട്ട് വന്നത്. തീർച്ചയായിട്ടും ഇവർക്ക് PR വർക്ക് ചെയ്യുന്ന ഒരു വളരെ സ്ട്രോങ് ടീമാണെന്നുള്ള വിവരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇവർക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഏറെക്കുറെ ഞാൻ പോലീസിന് കൊടുത്തിട്ടുണ്ട്. അവർ നിരീക്ഷണത്തിലാണെന്ന് എന്നോട് പോലീസ് പറഞ്ഞു. ഏതൊരു കാര്യത്തിനും നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ അഹങ്കാരം, എനിക്കായിക്കൊള്ളട്ടെ വേറൊരാൾക്കായിക്കോട്ടെ. ബിഷപ്പേ, അതാരായിരുന്നു ബിഷപ്പേ ആ PRO പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്? ഒന്ന് പറയാമോ? ഇപ്പൊ പറയാമോ? അല്ല, നമുക്കൊക്കെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. നമ്മളൊന്നും തിരക്കിയിട്ട് അറിഞ്ഞിട്ടില്ലേ, അതുകൊണ്ടാ. അല്ല, അങ്ങനെ PRO ടീംസ് ഉണ്ടായിരുന്നെങ്കിൽ നാട്ടുകാരുടെ ഇത്രയും തെറി ഈ വർഷങ്ങളുടെ ഇടയിൽ രേണു മേടിക്കില്ലായിരുന്നു. മനസ്സിലായോ? ബിഷപ്പ് പറയുന്നതിന് മുമ്പ് അതൊന്ന് ചിന്തിക്കാമായിരുന്നു. ഓക്കെ, അതൊന്ന് തിങ്ക് ചെയ്തിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു ബിഷപ്പ്. ഇത്രയും തെറി കമന്റ് ബോക്സുകൾ ഒരിക്കലും വരില്ലായിരുന്നു. അവരങ്ങനെ PRO വർക്ക് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അയ്യോ, ഇതൊക്കെ കേൾക്കുമ്പോൾ രേണുവിനെ തലേ വെക്കുവാന്ന് ആരും വിചാരിക്കല്ലേ. അയ്യോ, ആ പരിപാടിയെ നടക്കത്തില്ല. ഇത് രേണുവിനെ വെച്ചുകൊണ്ട് ഈ ബിഷപ്പ് എന്ന് പറയുന്ന ഏട്ടായിയെ ഒന്ന് പൊളിച്ച് കൈ കൊടുക്കുക, അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമല്ല. കേട്ടല്ലോ, രേണു ഭയങ്കര മോശക്കാരിയായിരുന്നു. ഇപ്പൊ അതൊക്കെ അങ്ങ് മാറി. ഇപ്പൊ അതൊക്കെ മാറിയിട്ടുള്ള സംസാരം നിങ്ങൾ കേട്ടല്ലോ. ബിഷപ്പ് കഴിഞ്ഞ ദിവസം സംസാരിക്കുന്നത് കേൾപ്പിച്ചു തരാം. പക്ഷെ പണ്ട് പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ, മോശക്കാരി, അയ്യോ കേസ് കൊടുക്കും എന്നാണ് അന്ത മൂടായിരുന്നു. ഇപ്പൊ അന്ത മൂടൊക്കെ പോയി. ഇപ്പൊ ബിഷപ്പിന് വേറെ പൊള്ളി മൂഡ്. കേക്ക്. അവർ ക്ഷീണിതാവസ്ഥ ഇരുന്നാ പറയും ദൈവം നിന്നെ ശിക്ഷിച്ചത്. അവർ സംസാരിച്ചാൽ എടുത്ത വായിലേ പറയും നിനക്ക് അടങ്ങാറായില്ലോ. ഇതെന്താണ്? അപ്പം സമൂഹത്തിന് വേണ്ടി ഉള്ള ഒരാളാണോ അവര്? അവരും ഈ ലോകത്തിൽ നമ്മളെപ്പോലെ ജീവിക്കേണ്ട ഒരാളാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടിരിക്കുന്നു. അവരൊരു മനുഷ്യ സ്ത്രീയാണ്. നമ്മളെപ്പോലെ അഭിപ്രായം പറയുവാനും നമ്മളെപ്പോലെ ജീവിക്കുവാനുമുള്ള എല്ലാ സ്വാതന്ത്ര്യവും രേണുസുധിക്കും ഈ ലോകത്തിൽ ദൈവം കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇനിയുള്ള കാലം രേണുസുധിയുടെ അവരുടെ കുടുംബത്തിൻ്റെ മുഴുവനായിട്ടുള്ള കാര്യങ്ങൾക്ക് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള പ്രാർത്ഥനാ സഹായമായിട്ട് ഞാൻ മുൻപോട്ട് പോകും. അവരെ ചേർത്ത് പിടിക്കാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. ഒരിക്കലും അവരെ കൈവിടാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അങ്ങനെ പല സന്ദർഭങ്ങളിൽ അവരുമായിട്ട് അകന്നു പോകേണ്ട സോഷ്യൽ മീഡിയയിലൂടെ നേരിട്ട് ഞങ്ങൾ ഒരിക്കലും, ഞാൻ പറഞ്ഞല്ലോ, ഒരു മുഖഭാവത്തിലോ ദേഷ്യഭാവത്തിലോ ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. സോഷ്യൽ മീഡിയയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായ രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ മറന്നു. കാരണം ആ പുള്ളിക്കാരത്തേക്ക് ഇങ്ങനെ ഒരു ആരോഗ്യ പ്രശ്നം വന്നപ്പോൾ
തീർച്ചയായിട്ടും അത് വഹിക്കാനും ക്ഷമിക്കാനും, അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് ഈ സത്യവേദ പുസ്തകവും പിടിച്ചുകൊണ്ട് ഞാൻ ലോകം മുഴുവൻ നടക്കുന്നത്, എന്തിനാണ്? പക്ഷെ കർത്താവ് ജീസസ് ക്രൈസ്റ്റ് എന്ന് നമ്മളോട് പറഞ്ഞേക്കുന്നത് ക്ഷമിക്കാനാ പറഞ്ഞു. ബിഷപ്പെ ക്ഷമിച്ചോ? നല്ല കാര്യം. നിങ്ങൾ തന്നെ പണ്ട് പറഞ്ഞത് ഞാൻ കേൾപ്പിച്ചു ജനങ്ങളെ. നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബം ഒക്കെ രേണുസുതി കാരണം വിഷമിച്ചിട്ടുണ്ട്, സങ്കടപ്പെട്ടിട്ടുണ്ട്, മനസ്സിലാക്കുന്നു. എന്നിട്ടും അവർക്കൊരു അസുഖം വന്നപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ക്ഷമിച്ച് അവരുടെ കൂടെ നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം, വളരെ വലിയൊരു മനസ്സാണ് നിങ്ങളുടേത്. പക്ഷേ എന്ന് കരുതി നാട്ടുകാരുടെ നെഞ്ചത്തോട്ട് കയറാൻ വരരുത്, മനസ്സിലായോ? സോഷ്യൽ മീഡിയ കാരണം, സോഷ്യൽ മീഡിയയിൽ വന്നതുകൊണ്ട് നിങ്ങളെ ആരെങ്കിലും മറ്റേ തുത്തുരുവാവേ പഞ്ചാരവാവേ വാടാ വന്നിരിയടാ സോഷ്യൽ മീഡിയയിൽ അപരാധിക്കടാ എന്ന് പറഞ്ഞായിരുന്നോ? ഇല്ലല്ലോ, ഇല്ലല്ലോ. ഓൺലൈൻ മീഡിയക്കാർ അങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് നിന്ന് കഥ പറഞ്ഞങ്ങ് തള്ളി മറിക്കുമായിരുന്നല്ലോ എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞോ? വായിക്കാത്തിട്ട് കുത്തിയോ കമ്പിട്ട് പറ ബിഷപ്പേ പറ എന്ന് പറഞ്ഞില്ലല്ലോ. ഓരോ തോന്നിവാസങ്ങളൊക്കെ കാണിച്ചു വെച്ചിട്ട് പിന്നെ സോഷ്യൽ മീഡിയയും ജനങ്ങളെയും കുറ്റം പറയുന്ന ബിഷപ്പിന്റെ ഈ പരിപാടിയോട് ഞാൻ യോജിക്കില്ല. ഉള്ള കാര്യം പറയാലോ, ഈ നാട്ടുകാരെയും ഈ സോഷ്യൽ മീഡിയയും കുറ്റം പറയാൻ ഇറങ്ങിയോണ്ട് മാത്രമാണ് ബിഷപ്പെ ഇപ്പം ഞാൻ വന്നിരുന്ന് നിങ്ങൾക്കെതിരെ സംസാരിക്കുന്നത്. പിന്നെ നിങ്ങളുടെ തോന്നിവാസങ്ങൾ, നിങ്ങൾ അന്ന് പറഞ്ഞു വെച്ചത്, ഇന്ന് പറഞ്ഞു വെച്ചത്, ഇന്നങ്ങ് പുകഴ്ത്തി അങ്ങ് കയറ്റുവാ. എങ്ങോട്ടാ കയറ്റി അങ്ങ് എയറിലെത്തിക്കും മിക്കവാറും. ഒന്ന് ഇറങ്ങട്ടെ, അവർ സമാധാനത്തോടെ ജീവിക്കട്ടെ. അതുപോലെ തന്നെ രേണു ചേച്ചി മണ്ടത്തരങ്ങളൊന്നും വീഡിയോയിൽ കാണിച്ചു വെക്കാതിരിക്കുക, സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. പിടികിട്ടിയോ? നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കോമാളിത്തരങ്ങൾ കാണിക്കുന്നതാണ് സന്തോഷമെങ്കിൽ ചെയ്തോളുക. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടുകാർ വന്ന് കമന്റ് ബോക്സിൽ അങ്ങോട്ട് പൂരപ്പാട്ട് നടത്തും. പിന്നെ അതും എടുത്ത് എന്തിനാ അത് പിന്നെ കണ്ട് സങ്കടപ്പെടുന്നത്? അത് സങ്കടപ്പെടുന്നത് പോട്ടെ, അത് നോക്കാതിരിക്കാലോ നിങ്ങൾക്ക്. നിങ്ങൾ അത് നോക്കി അത് സ്ക്രീൻഷോട്ട് എടുത്ത് സ്റ്റോറി കൊണ്ടിട്ട് എന്തിനാ? വൈ? അതാണ് എൻ്റെ ചോദ്യം. അടുത്തൊരു ക്ലിപ്പ്. അവർക്കൊരു വസ്തുവും വീടും ഉണ്ടെന്നും പറഞ്ഞ് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയത്തില്ല. അപ്പൊ അവർക്ക് സന്തോഷമായ ഒരു ജോലി എന്ന് പറയുന്നത് അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ട് കടന്നു പോകുക എന്നുള്ളതാണ്. ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ ജീവിക്കുന്ന എത്രയോ സഹോദരിമാര്, പുരുഷന്മാര് അവരവർക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നു. നമുക്ക് അവരെ വിമർശിക്കാൻ നമുക്ക് അതിന്റെ ആവശ്യമില്ലെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അവരവരുടെ ജോലി ചെയ്ത് ജീവിച്ചു. ഇപ്പോൾ അവർക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടായി. എൻ്റെ പ്രാർത്ഥന അവർ എത്രയും പെട്ടെന്ന് സൗഖ്യമുള്ളവളായിട്ട് മാറി അവര് സന്തോഷത്തോടെ അവരുടെ മോനെ വളർത്തി. ഒരു കൊച്ചു മോനുണ്ട് അവർക്ക്, ഒരു 6.5 വയസ്സ് പ്രായമുള്ളൊരു കുട്ടിയുണ്ട്. ആ കുഞ്ഞിനെ വളർത്തി അവർ സന്തോഷമായി ജീവിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെയും എൻ്റെ പ്രാർത്ഥനാ കൂട്ടായ്മകളിലുള്ളവരുടെയും സഭയിലുള്ള വിശ്വാസികളുടെയും ജനങ്ങളുടെയും എൻ്റെ സ്നേഹിതരുടെയും എൻ്റെ ബന്ധുമിത്രാദികളുടെ എല്ലാം പ്രാർത്ഥന എന്ന് പറയുന്നത് അവരെത്രയും വേഗം സുഖം പ്രാപിച്ച് ആരോഗ്യത്തോടെ അവർ സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം, എൻ്റെ പ്രാർത്ഥന അത് തന്നെയാണ്. ബിഷപ്പെ താങ്കളുടെ കാര്യം പറഞ്ഞാൽ പോരെ? ഈ താങ്കളുടെ പ്രാർത്ഥനാ കൂട്ടായ്മയിലുള്ള ആളുകൾ, താങ്കളുടെ സഭയിലുള്ള ആളുകൾ, ഇദ്ദേഹത്തിന്റെ സഭയിലുള്ളതോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ കൂട്ടായ്മയിലുള്ള ആളുകളോ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പറ, നിങ്ങളുടെ പ്രാർത്ഥന അത് തന്നെയാണോ? അല്ല, ഞാൻ ചോദിക്കുകയാണ്. പുള്ളി ബാക്കിയുള്ളവരുടെ കാര്യം പറയുന്നുണ്ട്. എന്നിട്ട് പുള്ളി തന്നെ കുറച്ചു മുമ്പ് പറഞ്ഞു നമുക്ക് ആരെയും വിമർശിക്കാനായിട്ടുള്ള അതിന്റെ ആവശ്യമില്ല എന്നൊക്കെ പറയുന്നു. രേണുവിന്റെ ജോലി ചെയ്തോട്ടെ. പണ്ട് രേണുവിന്റെ ജോലി ചെയ്തോണ്ടിരുന്നപ്പോഴല്ലേ നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയത്? രേണുവിന്റെ ജോലി, രേണുവിന് പറയാൻ പറ്റുന്നതൊക്കെ വായി വരുന്നതൊക്കെ അടിക്കുക, നെഗറ്റീവ് റീച്ച് ഉണ്ടാക്കുക, കത്തുക, അതവരുടെ ജോലിയായിരുന്നു ചേട്ടാ അന്ന്. പിടികിട്ടിയോ? അവരങ്ങനെയാണ്, നെഗറ്റീവിലൂടെയാണ് അവർ റീച്ച് ഉണ്ടാക്കി കാശുണ്ടാക്കുന്നത്. അറ്റ് എനി കോസ്റ്റ് കാശ് അവരുണ്ടാക്കി. അതവർ ചെയ്തപ്പോഴത്തേക്ക് ചേട്ടനങ്ങോട്ട് പൊളിഞ്ഞിട്ട് ചേട്ടനെ മറ്റേത് മറിച്ചേന്ന് പറഞ്ഞ് ചാടി ഇറങ്ങുമല്ലായിരുന്നോ? എന്തിനാ ഇറങ്ങിയത്? അല്ല, നിങ്ങൾ തന്നെ ബിഷപ്പെ നിങ്ങളെ കല്ലെറിയാനുള്ള വകുപ്പ് ഉണ്ടാക്കി വെക്കുന്നുണ്ട്. എന്തിനാ? സഭക്കാരെയും കൂടെ ഇനിയും വലിച്ചഴച്ച് ചുമ്മാ ആവശ്യമില്ലാതെ. അതിന്റെ ആവശ്യം എന്താ നിങ്ങൾക്ക്? എന്തെങ്കിലും പറ്റിയോ ബിഷപ്പെ? തലക്കടി വല്ലതും കിട്ടിയോ എവിടുന്നെങ്കിലും? അടുത്ത ക്ലിപ്പ്. ഞാൻ അതുകൊണ്ട് എന്നെ എറിയുന്നവരെയും എന്നോട് പറയുന്നവരെയും ഒക്കെ ക്ഷമ കൊടുത്തുകൊണ്ട് ചേർത്ത് പിടിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത്രയേ ഉള്ളൂ. അത് ഇനിയുള്ള കാലം അത്ര തന്നെ ഉള്ളൂ. ഒരിക്കലും ആ കുടുംബത്തെ ഒറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ഇനി ആരെല്ലാം അവരെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചാലും ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം പ്രാർത്ഥനയിൽ അവരെ ചേർത്ത് പിടിക്കും, അവരെ സപ്പോർട്ട് ചെയ്യും. മാത്രമല്ല, അവരെ ഒരു തെറ്റും ചെയ്യുന്നവരല്ല. അവര് ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു കുടുംബമാണ്. ശരിയായിരിക്കാം, അവരുടെ പ്രയാസ സമയത്ത് ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ടായിരിക്കും. ആ സഹായിച്ചവർക്ക് ആർക്കും പരാതിയില്ല. അവർക്ക് ഞാനൊക്കെ ആ കുടുംബത്തിൽ വലിയ സഹായമൊന്നും ചെയ്തിട്ടുള്ള ആളല്ല. ഞാൻ അങ്ങനെ ഫിനാൻഷ്യലായിട്ടൊന്നും ഒരു സഹായവും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. അത് മാത്രമേ എന്റെ ജോലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നോട് പ്രാർത്ഥന ആവശ്യപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക,
അവരെ ദൈവസന്നിധിയിൽ വെക്കുക, മധ്യസ്ഥ ചെയ്യുക, ഇത് മാത്രമാണ്. അത് ഞാൻ ചെയ്യും. തുടർന്നും അവർക്ക് വേണ്ട പ്രാർത്ഥനാ സഹായങ്ങൾ ചെയ്തു തന്നെ കൊടുക്കും. അവർ തെറ്റൊന്നും ചെയ്യുന്ന കുടുംബം അല്ലെന്ന് പാവപ്പെട്ട ബിഷപ്പ് പറയുന്നതാണ്. അവർ തെറ്റൊന്നും ചെയ്യുന്ന കുടുംബം അല്ലെന്ന്. ബിഷപ്പെ, ഇതൊന്നും അല്ലല്ലോ പണ്ട് പറഞ്ഞത്. പണ്ടത്തെ 2 വീഡിയോ ഞാൻ തുടക്കത്തിൽ കാണിച്ചായിരുന്നു ബിഷപ്പെ, താങ്കൾ കണ്ടായിരുന്നോ? അതിനകത്ത് താങ്കൾ ഇതൊന്നും അല്ലല്ലോ ബിഷപ്പെ പറയുന്നത്. താങ്കൾ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കുമോ ബിഷപ്പെ? എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കാമോ ബിഷപ്പെ? ഇതുകൊണ്ട് മാത്രമാണ് നിങ്ങളെ നാട്ടുകാർ തെറി പറയുന്നത്, നമ്മളൊക്കെ എടുത്ത് റിയാക്ട് ചെയ്യുന്നതും. അത് മാത്രം ബിഷപ്പ് മാമനൊന്ന് മനസ്സിലാക്കണം. ഓക്കെ, അത്രയും മാത്രം ബിഷപ്പേട്ടായി ഒന്ന് മനസ്സിലാക്ക്. എവിടെയെങ്കിലും ഒരിടത്ത് നിൽക്ക്, അങ്ങോട്ടും ഇങ്ങോട്ടും ചാടാതെ. ചില വിഷയങ്ങൾ അവിടെ ഇവിടെ നിന്ന് സംസാരിക്കേണ്ട വരും, മനസ്സിലാക്കാം. പക്ഷെ നിങ്ങൾ പണ്ട് ഫുൾ അവരെ അങ്ങോട്ട് അടിച്ച് കീറി വെച്ചിട്ട് ഇപ്പൊ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്ത് നിന്ന് സംസാരിച്ചിരുന്നെങ്കിൽ പിന്നെ മനസ്സിലാക്കാം. ഇത് മറ്റേ പുണ്യാളത്തെ ആക്കുക. അതെങ്ങനെയാന്ന് പിടികിട്ടുന്നില്ല ബിഷപ്പേ. ആ ട്രിക്ക് നമുക്കും കൂടെ ഒന്ന് പറഞ്ഞു തരാമെങ്കിൽ ഉപയോഗപ്പെടും ഭാവിയിൽ. പറഞ്ഞു തരാവോ? കഷ്ടം കേട്ടോ ബിഷപ്പേ, കഷ്ടം. അവർ രേണുസുതി ഒരു സാധു ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. കാരണം രേണുസുതി ഒരു സമ്പന്ന കുടുംബത്തിലെ ഒരു വലിയ കുലമഹിമയുള്ള ഒരു കുടുംബത്തിലെ വലിയ ഒരു യുവതിയായിരുന്നെങ്കിൽ ഇത്രയും ആൾക്കാരെ എറിയാനൊക്കത്തില്ല. അവരുടെ പേരിൽ നിയമ നടപടി ഉണ്ടായിരുന്നു. അതൊരു സാധു കുടുംബത്തിലെ മാതാപിതാക്കൾക്ക് ജനിച്ച ഒരു പെൺകുട്ടി ആയതുകൊണ്ട് വഴിയെ പോകുന്നവർക്കെല്ലാം ഒരു കല്ല് കിട്ടുമ്പോൾ എറിയാമെന്നുള്ളൊരു ചിന്തയിലാണ് ഇപ്പോഴേ എറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവർക്കതിനെ അതിജീവിക്കാനുള്ള ശക്തി ദൈവം കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവർക്ക് മനസ്സ് വളരെ ദുഃഖത്തിലാണ്. ഞാൻ അവരോട് സംസാരിച്ചിട്ടുണ്ട് പല സന്ദർഭത്തിൽ. വളരെ വേദനയിലാണ് കടന്നു പോകുന്നത്. വളരെ ദുഃഖം അവർക്കുണ്ട്. പക്ഷെ എന്നാലും അത് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാതെ അവർ ജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. അവർക്ക് ദൈവം ആയുസ്സ് കൊടുക്കട്ടെ, ആരോഗ്യം കൊടുക്കട്ടെ, അവർ മടങ്ങി വരട്ടെ എന്നുള്ളത് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന. അവർ മടങ്ങി വരട്ടെ, അത് ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് ബിഷപ്പെ. പക്ഷേ താങ്കൾ നേരത്തെ ഒരു സാധനം പറഞ്ഞില്ലേ, വഴിയെ പോകുന്നവർക്കെല്ലാം കല്ലെറിയാനുള്ള, അതും കറക്റ്റാണ് കേട്ടോ ചേട്ടായി പറഞ്ഞത്. അത് വളരെ കറക്റ്റാണ്. വഴിയെ പോകുന്ന കണ്ട പരിശുദ്ധനായ ബിഷപ്പിന് വരെ കല്ലെറിയ, എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ മാറ്റി പറയാം. മുടുക്കൻ ഇങ്ങനെ തന്നെ വേണം കേട്ടോ. ബാക്കിയുള്ള ബിഷപ്പുമാരെ നാറ്റിക്കണം. ബിഷപ്പിൻ്റെ ഈ ഒരു പാർട്ട് ഞാനിവിടെ അങ്ങ് നിർത്തുക. വയ്യ കൂടുതലൊന്നും പറയേണ്ടത്. ഇനി കുറച്ചും കൂടെയൊക്കെ ഉണ്ട് ക്ലിപ്പ്. പഴയ ക്ലിപ്പുകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. പഴയ ക്ലിപ്പൊക്കെ ഉണ്ട്. പക്ഷെ വേണ്ട, തീർന്നില്ല. ഇവിടെ കൊണ്ട് തന്നെ ബിഷപ്പ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഞാൻ ഇനിയും കൂടുതലൊന്നും പറയുന്നില്ല. ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ വെറുതെ എന്തിനാ, വേണ്ട. ബിഷപ്പ് ഏട്ടായി പോട്ടെ. അപ്പം പ്രിയപ്പെട്ടവരെ, അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.